Dear students, in the last class we discussed about the meaning and definitions of administration and public administration. Today we'll be dealing with the nature of public administration. The nature of public administration as an academic discipline is related to what or how much of government activity it includes. ഒരു ഗവൺമെൻറ് എത്ര വർക്ക് ചെയ്യുന്നു, എന്ത് വർക്കാണ് ചെയ്യുന്നത്, അതാണ് നേച്ചർ ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. So there are two views regarding this, integral view and managerial view. We'll see the difference between the two. So the first view is integral view. It is all encompassing and consists of sum total of all managerial, clerical, technical and manual activities from all levels. For example എടുക്കുകയാണെങ്കിൽ ഡെലിവറി ഓഫ് ലെറ്റേഴ്സ് ബൈ ദ പോസ്റ്റ്മാൻ, അത് മാനുവൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് ഓഫ് ലെറ്റർ ബൈ ദ ക്ലർക്ക്, അത് ക്ലറിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ടെക്നിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക്, അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയാം. മാനേജറൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സൂപ്പർവൈസിങ് ദ വർക്ക് ഓഫ് ദ സബോർഡിനേറ്റ്സ് ബൈ ദ HOD, അതൊക്കെ മാനേജറൽ വർക്കാണ്. അപ്പം ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾ മുതൽ താഴത്തെ ലെവൽ വരെ ഉള്ള ഒരാൾ എന്തെല്ലാം വർക്ക് ചെയ്യുന്നു അതെല്ലാമാണ് ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓൾ എൻകംപാസിംഗ് എന്ന് പറയുന്നത്, ബിക്കോസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്. ഇനി മാനേജറൽ വ്യൂ എന്താണെന്ന് നോക്കാം. സോ കമ്പയർ ടു ഇൻറ്റഗ്രൽ വ്യൂ, മാനേജറൽ വ്യൂ ഡീൽസ് വിത്ത് ദ മാനേജറൽ ഫങ്ഷൻസ് ഓഫ് ടോപ്പ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പം ഒരു അഡ്മിനിസ്ട്രേഷനിൽ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ ചെയ്യുന്ന വർക്ക് മാത്രമാണ് മാനേജീരിയൽ വ്യൂവിനകത്ത് വരുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോളേജിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടുത്തെ മാനേജീരിയൽ ഫങ്ഷൻസ് ചെയ്യുന്നത് മാനേജർ, പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും. അവരാണ് ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരുന്നത്. സോ വാട്ട് ഡു ദേ ഡു? ദേ കൺട്രോൾ ദി ആക്ടിവിറ്റീസ് ഓഫ് അതേഴ്സ്. അവരുടെ കീഴിലുള്ള സബോർഡിനേറ്റ്സിൻ്റെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഈ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ ചെയ്യുന്നത്. സോ ഈ ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ആൾക്കാരുടെ ഫങ്ഷൻസ് മാത്രം ഡീൽ ചെയ്യുന്നതാണ് മാനേജറൽ വ്യൂ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇൻറ്റഗ്രൽ വ്യൂ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഹെട്രോജിനസ് മാസ് ഓഫ് ആക്ടിവിറ്റീസ്. ഹോമോജിനസ് ആൻഡ് ഹെട്രോജിനസിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം. ഹെട്രോജിനസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കാണ് ഹെട്രോജിനസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഹെട്രോജിനസ് മാസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത് വരുന്നത്. കാരണം അത് മുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാനേജറൽ വർക്ക് വരുന്നുണ്ട്, ക്ലറിക്കൽ വർക്ക് വരുന്നുണ്ട്, ടെക്നിക്കൽ ആൻഡ് മാനുവൽ ആയിട്ടുള്ള വർക്ക്. അപ്പം ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് വർക്ക് എല്ലാം കൂടെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് വരുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യൂ ആണ് ഇൻറ്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത്. ഇനി മാനേജറൽ വ്യൂ എന്താണെന്ന് നോക്കാം. ദ ജോബ് ഇസ് ടു പ്ലാൻ and organize all the activities in an organization so as to achieve the desired ends. So every administration has a certain goal that they have to achieve. ആ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജേഴ്സ് ചെയ്യുന്നത്. സോ മാനേജേഴ്സ് ദേ പ്ലാൻ ഹൗ ടു ഡു എ വർക്ക്. ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അവർ പ്ലാൻ ചെയ്യും. ആൻഡ് ഹൗ ടു ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഗനൈസ് ചെയ്ത് ആ ഒരു ഗോൾ നേടാൻ സാധിക്കുന്നത്, അതാണ് മാനേജറൽ വ്യൂവിനകത്ത് വരുന്നത്. ഇനി ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത് administration differs from one sphere to another depending on the subject. So administration in government administration എടുക്കുകയാണെങ്കിൽ we can see different departments dealing with different subjects. Health ഉണ്ട്, ഡിഫെൻസ് ഉണ്ട്,
ട്രാൻസ്പോർട്ട് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ഓരോരോ സബ്ജക്റ്റാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിന് ബേസ് ചെയ്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കത്തില്ല ഡിഫൻസിൽ നടക്കുന്നത്. അപ്പോൾ ഹെൽത്തിലാകുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഡോക്ടേഴ്സ്, നഴ്സസ്, ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ആയിരിക്കും. ഡിഫൻസിൽ വരുവാണെങ്കിൽ അവിടെ ആർമി, നേവി, എയർഫോഴ്സ് അവിടുത്തെ ഓഫീസേഴ്സ് ആയിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ സബ്ജക്റ്റ് വൈസ് അഡ്മിനിസ്ട്രേഷൻ ഡിഫർ ചെയ്യും ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത്. ഇനി മാനേജറൽ വ്യൂവിനകത്ത് വരുവാണെങ്കിലോ, this view is identified with the managerial techniques. Managerial view we know that it is done by the topmost officials or the managers or supervisors or whatever, whoever. Okay, so അവർ ചെയ്യുന്ന മാനേജറിയൽ ഫങ്ഷൻസ് ആണ്. മാനേജറിയൽ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ് തന്നെ വി ക്യാൻ ഡിവൈഡ് ഇൻറ്റു 3 പാർട്സ്. മാനേജ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മാനേജ്, സെക്കൻഡ് മെൻ, ടി സ്റ്റാൻഡ്സ് ഫോർ ടാക്ട്ഫുള്ളി. അപ്പോൾ ടാക്ട്ഫുള്ളി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജർ ചെയ്യുന്നത്. അപ്പോൾ ആ ടെക്നിക്സ് എന്ന് പറയുന്നത് എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും കോമൺ ആയിരിക്കും. അപ്പോൾ എല്ലാ മാനേജേഴ്സ്, ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ഒഫീഷ്യൽസ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഓർഡർ കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക, ആ ഫങ്ഷൻസ് എല്ലാം സെയിം ആയിരിക്കും. ബട്ട് ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത് നോക്കുമ്പോഴോ ഓരോ അഡ്മിനിസ്ട്രേഷനിലും ആ അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണ് അത് വെച്ച് അവരുടെ വർക്ക് ഡിഫർ ചെയ്യും. ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. The integral view is wider than the managerial view. Integral view നമ്മൾ പറഞ്ഞു it deals with all the activities from the top most level to the bottom level in an administration. ഒരു അഡ്മിനിസ്ട്രേഷനിലെ ടോപ്പ് ടു ബോട്ടം ലെവലിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻറ്റഗ്രൽ വ്യൂ. സോ ഇറ്റ് ഈസ് എ വെരി വൈഡ് വ്യൂ. മാനേജറൽ വ്യൂ ആണെങ്കിൽ കമ്പയർഡ് ടു ഇൻറ്റഗ്രൽ വ്യൂ it's narrow because it deals with only the activities of the topmost level employees. ടോപ്മോസ്റ്റ് ലെവലിലുള്ള ആൾക്കാരുടെ ഫങ്ഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് മാത്രം ഡീൽ ചെയ്യുന്നതുകൊണ്ട് മാനേജറൽ വ്യൂ എന്ന് പറയുന്നത് ഒരു നാരോ വ്യൂ ആണ്. ഇൻറ്റഗ്രൽ വ്യൂവിനെ നമുക്ക് ബ്രോഡ് വ്യൂ എന്നും പറയാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവ് എന്നും പറയാം. സോ ഈ പെർസ്പെക്റ്റീവ്സ് വിൽ ബി ഡീലിംഗ് about that in the scope of public administration. അപ്പോൾ ഇൻറ്റഗ്രൽ വ്യൂവിന് മറ്റ് 2 പേരുണ്ട്. ബ്രോഡ് പെർസ്പെക്റ്റീവ് എന്നും പറയും, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയും. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഈച്ച് അഡ്മിനിസ്ട്രേഷൻ ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദ സബ്ജക്റ്റ് ദേ ഡീൽ വിത്ത്. ഓരോ ഏത് സബ്ജക്റ്റാണ് ഓരോ അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ ആ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഡിഫർ ചെയ്യും. അതുകൊണ്ടാണ് ഇൻറ്റഗ്രൽ വ്യൂവിനെ നമ്മൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പെർസ്പെക്റ്റീവ് എന്നും പറയുന്നത്. മാനേജറൽ വ്യൂവിനെ വി കോൾ ഇറ്റ് നാരോ പെർസ്പെക്റ്റീവ് ഓർ ദ പോസ്കോബ് പെർസ്പെക്റ്റീവ്. പോസ്കോബ് എന്ന് പറയുന്നത് ഈ മാനേജറൽ ടെക്നിക്സിൻ്റെ ഒരു ആക്രോണിം ആണ് പോസ്കോബ് എന്ന് പറയുന്നത്. അത് സ്കോപ്പിൽ നമുക്ക് ഡീൽ ചെയ്യാം. മാനേജറൽ വ്യൂ ഇൻറ്റഗ്രൽ വ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാരോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നാരോ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അത് മാനേജറൽ ടെക്നിക്സിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പോസ്റ്റ് കോബ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നു. In integral view, it has an inclusive way of administration covering both managerial and non-managerial activities. നമ്മൾ പറഞ്ഞു മാനേജറിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡൺ ബൈ ദ ടോപ്പ് മോസ്റ്റ് ഒഫീഷ്യൽസ്. നോൺ മാനേജറിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴോട്ട് വരുന്ന എന്ന് പറയുമ്പോൾ ക്ലീനിങ്, ക്ലറിക്കൽ, ടെക്നിക്കൽ ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പം ഇൻറ്റഗ്രൽ വ്യൂ എന്ന് പറയുന്നത് അത് മാനേജറൽ വ്യൂവും നോൺ മാനേജറിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വ്യൂ ആണ്.
പക്ഷെ മാനേജറൽ വ്യൂ എന്ന് പറയുന്നത് ഇറ്റ് റെസ്ട്രിക്ട്സ് അഡ്മിനിസ്ട്രേഷൻ ടു ദ വർക്ക് ഓഫ് മാനേജേഴ്സ്. ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള മാനേജേഴ്സിൻ്റെ വർക്ക് മാത്രം ഡീൽ ചെയ്യുന്നതാണ് മാനേജറൽ വ്യൂ. നോൺ മാനേജീരിയൽ പേഴ്സണലിൻ്റെ വർക്കൊന്നും ഇവർ ഡീൽ ചെയ്യത്തില്ല. ഹിയർ പേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫീസേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്, നോട്ട് പ്രൈവറ്റ് ഓർ സ്വകാര്യമായിട്ടുള്ളത് എന്നല്ല മീൻ ചെയ്യുന്നത്. സോ മാനേജറൽ വ്യൂ എന്ന് പറയുമ്പം അത് മാനേജേഴ്സിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. നോൺ മാനേജറൽ പോസ്റ്റിലുള്ള ആൾക്കാരുടെ വർക്കൊന്നും അതിനകത്ത് വരില്ല. ഇൻ ദ ഇൻറ്റഗ്രൽ വ്യൂ ദേ ഡു ഓൾ ദ വർക്ക് ഇൻ ആൻ അഡ്മിനിസ്ട്രേഷൻ. ഇൻറ്റഗ്രൽ വ്യൂവിനകത്ത് നമ്മൾ പറഞ്ഞു ടോപ്പ് ടു ബോട്ടം ലെവലിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് വരുന്നത് ഇൻറ്റഗ്രൽ വ്യൂ ആണ്. അപ്പം അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് നമ്മൾ ഈ പറയുന്ന ഇൻറ്റഗ്രൽ വ്യൂ. ബട്ട് മാനേജറൽ വ്യൂ എന്ന് പറയുന്നത് ഡിലേ എംഫസിസ് ഓൺ ഗെറ്റിംഗ് വർക്ക് ഡൺ ഇൻ ആൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവർ വർക്ക് ചെയ്യത്തില്ല, മറിച്ച് അവർ മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ഈ മാനേജറിയൽ വ്യൂവിനകത്ത് പറയുന്നത്. So they lay emphasis on getting work done in an administration. They don't do the work, but they supervise or direct or get things done by the subordinates. ഈ ഇൻറ്റഗ്രൽ വ്യൂ സപ്പോർട്ട് ചെയ്ത തിങ്കേഴ്സ് ആണ് LD വൈറ്റും മാർഷൽഡും ഒക്കെ. ലൂതർ ഗള്ളിക്കാണ് മാനേജറൽ വ്യൂവിൻ്റെ മെയിൻ സപ്പോർട്ടർ. ഈ ലൂതർ ഗള്ളിക്കാണ് പോസ്കോബ് എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ടുവന്ന ആൾ. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the integral view and managerial view. Okay, thank you.